മിനിഞ്ഞാന്നും ഇന്നലെയുമായി കണ്ണൂർ ജില്ലയിലുടനീളം CPM ആസൂത്രിതമായ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. മലപ്പുറത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ജനാധിപത്യ അതിജീവന യാത്രയെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് അന്ന് ആക്രമിച്ചത്. ആ അക്രമത്തിന് ശേഷം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവുമില്ലാതെ സമാധാനപരമായി പരിപാടി നടത്തി പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ തന്നെ അവരുടെ ഓഫീസ് അടിച്ചു തകർക്കുകയും പിന്നീട് ഞങ്ങൾ കല്ലെറിഞ്ഞതാണെന്ന് പറയുകയും ശേഷം ഞങ്ങളുടെ പ്രവർത്തകരെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വാഹനത്തിലേക്ക് പോകുന്ന പ്രവർത്തകരെ അവർ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയും ഉണ്ടായ സാഹചര്യം അന്നുണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർക്കാണ് കണ്ണൂർ ജില്ലയിൽ അന്ന് മർദ്ദനമേറ്റത്. അതിനുശേഷം ഇന്നലെയും ഇന്നുമായി ജില്ലയിലുടനീളം ഇവർ വളരെ സംഘടിതമായി അക്രമം വഹിച്ചുവിടുകയാണ്. പാനൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും കൊടിയൊക്കെ നശിപ്പിച്ച് പരസ്യമായി കത്തിച്ച് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ തളിപ്പറമ്പിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇർഷാദിൻ്റെ വീടിന് നേരെ ഭീകരമായ അക്രമം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുഴുവൻ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു. അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലെ കാറ് അടിച്ചു തകർത്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിതി ചെയ്തിരുന്ന സ്കൂട്ടി വളരെ വലിയ രീതിയിലുള്ള ഡാമേജ് ആ സ്കൂട്ടിക്ക് ഉണ്ടാക്കി. ആ തരത്തിലേക്ക് ഓരോ പ്രവർത്തകരെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള കോംപ്രമൈസും അടിക്ക് തിരിച്ചടി എന്നോണം പോകണമെങ്കിൽ ആ തരത്തിലേക്ക് പോകാനും യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, കൊലവിളി മുദ്രാവാക്യം നടത്തി ഇന്നലെ മലപ്പുറത്ത് നടന്ന പൊതുയോഗത്തിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി വന്നിട്ട് പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ ഇനി CPMനെതിരെ വന്നാൽ അവർക്ക് പുഷ്പചക്രം റീത്ത് സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇത്ര വലിയൊരു കൊലവിളി മുദ്രാവാക്യം നടത്തിയ CPMൻ്റെ സെക്രട്ടറി ആ സെക്രട്ടറിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെയൊക്കെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു.